Momma's dishwash liquid. Soft on hands. കർഷക നിയമത്തിനെതിരെ സമരം ചെയ്യുന്ന കർഷകർക്ക് സുരക്ഷയൊരുക്കാൻ അവരെത്തി നിഹാങ്കുകൾ. കർഷക സമരത്തിന്റെ 10ാം ദിവസമാണ് നിഹാങ്കുകൾ എന്നറിയപ്പെടുന്ന സിഖ് യോദ്ധാക്കൾ സമരമുഖത്തേക്ക് വരുന്നത്. ആയുധങ്ങളുമേന്തി പരിശീലനം സിദ്ധിച്ച പരുന്തുകളെയും കൂടെ കൂട്ടി കുതിരപ്പുറത്തേറിയായിരുന്നു നിഹാങ്കുകളുടെ വരവ്. പൗരത്വ ഭേദഗതി സമരസമയത്ത് ഡൽഹിയിൽ സംഘപരിവാർ സൃഷ്ടിച്ച കലാപത്തെ പോലെ കർഷക സമരത്തെയും മറയാക്കി കലാപമുണ്ടാക്കാൻ സംഘപരിവാർ ശ്രമങ്ങൾ നടത്തുന്നുവെന്ന സൂചനകൾ കണക്കിലെടുത്താണ് നിഹാങ്കുകളുടെ വരവ്. നിഹാങ്കുകളെ ചില്ലറക്കാരായി കാണരുത്. നിഹാങ്കുകൾ എന്നാൽ സിഖ് മതത്തിലെ സായുധരായ സിഖ് യോദ്ധാക്കളാണ്. ഗുരു ഹർഗോബിന്ദ് ആരംഭിച്ച അകാലിദൾ അഥവാ മരണമില്ലാത്ത സൈന്യം അല്ലെങ്കിൽ ദൈവത്തിന്റെ സൈന്യം എന്ന അർത്ഥം വരുന്ന അകാലിദളിൽ നിന്ന് ഉണ്ടായ സായുധ വിഭാഗമാണ് നിഹാങ്കുകൾ എന്ന് കരുതപ്പെടുന്നു. 1699 ഗുരു ഗോവിന്ദ് സിംഗ് ആണ് സൈന്യം രൂപീകരിച്ചത്. സിഖ് മതത്തിന്റെ ചരിത്രത്തിൽ നിരവധി അധിനിവേശ ശക്തികളെ പ്രതിരോധിച്ച കഥയും നിഹാങ്കുകൾക്കുണ്ട്. ഭയമില്ലാത്തവൻ പോരാളി എന്നാണ് നിഹാങ്ങിന്റെ മറ്റൊരർത്ഥം. നീലവസ്ത്രം, വാൾ, കുന്തം, പടച്ചട്ട, മറ്റ് ആഭരണങ്ങൾ, അലങ്കരിച്ച തലപ്പാവ് എന്നിങ്ങനെ വസ്ത്രധാരണത്തിൽ തന്നെ സായുധരാണ് നിഹാങ്കുകൾ. നീലനിറം നിഹാങ്കുകളെ സംബന്ധിച്ച ദേശസ്നേഹത്തിന്റെ പ്രതീകം കൂടിയാണ്. ഞങ്ങളുടെ കർഷകർക്കെതിരെ സർക്കാർ ബലം പ്രയോഗിച്ചാൽ തടുക്കാൻ മുന്നിൽ ഞങ്ങളുണ്ടാകുമെന്ന് ഉറക്കെ പറഞ്ഞാണ് നിഹാങ്കുകളുടെ സമരഭൂമിയിലേക്കുള്ള രംഗപ്രവേശനം. ലാത്തിയടിയായാലും ഇനി ബുള്ളറ്റുകൾ തന്നെയായാലും ഞങ്ങളെ തൊട്ട ശേഷമേ അവർക്കരികിലെത്തൂ എന്ന ഉറച്ച ശബ്ദത്തിൽ നിഹാങ്കുകൾ പറയുന്നു. യുദ്ധസമയങ്ങളിലോ മറ്റ് അപകട സമയങ്ങളിലോ തങ്ങളുടെ ജനങ്ങളെയും വിശ്വാസത്തെയും സംരക്ഷിക്കാൻ തങ്ങൾ ബാധ്യസ്ഥരാണെന്ന് നിഹാങ്കുകൾ വിശ്വസിക്കുന്നു. ഗുരുദ്വാരയുടെ കാവൽക്കാർ കൂടിയാണ് നിഹാങ്കുകൾ. ആയുധങ്ങൾ കൂട്ടിനുണ്ടെങ്കിലും ഗുരുനാനാക്കിന് ജയ് വിളിച്ച മതബോധത്തോടെ പ്രാർത്ഥന നിർഭരമായാണ് നിഹാങ്കുകളുടെ പ്രവർത്തികൾ. ആയുധമില്ലാത്തവനെ ആക്രമിക്കില്ലെന്നാണ് നിഹാങ്കുകളുടെ പ്രത്യേകത. നിഹാങ്കുകളുടെ വരവ് കർഷക സമരത്തിന് ഒന്നുകൂടി ശക്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. സ്വദേശത്തും വിദേശത്തുമായി വലിയ പിന്തുണകളാണ് കർഷക സമരത്തിന് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.